പുതിയ രൂപവും രുചിയുമായി വിപണി കീഴടക്കാൻ മിൽമ ഐസ്ക്രീം. റീപൊസിഷനിംഗ് മിൽമ പദ്ധതിയുടെ ഭാഗമായാണ് നവീകരണം. ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് പുതിയ രുചിയിലും രൂപത്തിലും കൂടുതൽ ഗുണമേന്മയോടെ വൈവിധ്യമാർന്ന പാക്കിംഗിലാണ് മിൽമ ഐസ്ക്രീമിന്റെ റീലോഞ്ചിംഗ്. മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി പുതിയ ലേബൽ ഐസ്ക്രീം പുറത്തിറക്കി. പരമ്പരാഗത വിപണന തന്ത്രം കൊണ്ട് മുന്നോട്ടു പോകാനാകില്ല എന്ന തിരിച്ചറിവിന്റെ ഭാഗമായാണ് പരീക്ഷണ നടപടികളെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത റീപൊസിഷനിംഗ് മിൽമ പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ പാൽ, തൈര്, നെയ്യ്, ഫ്ലേവേർഡ് മിൽക്ക് എന്നിവയുടെയും തുടർന്ന് വെണ്ണ, പനീർ, പേട, സംഭാരം എന്നിവയുടെയും ഗുണനിലവാരവും പാക്കിംഗുമാണ് ഏകീകരിച്ചതെന്ന് KS മണി ചൂണ്ടിക്കാട്ടി. മത്സരാധിഷ്ഠിത കമ്പോളത്തിൽ നമ്മൾ ഈ പറഞ്ഞ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗുമായി പഴയ കാലത്ത് ചെയ്ത പോലെ മുന്നോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പുരോഗതിയിൽ എത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഏത് മത്സരത്തെയും നേരിടാൻ വളരെ വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസും ജീവനക്കാരുടെ സഹകരണമുള്ള ഈ പ്രസ്ഥാനം ഒരേ മനസ്സോടുകൂടി അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മിൽമ ഉപഭോക്താക്കളുടെ ഇഷ്ട ഫ്ലേവറുകളായ വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, മാംഗോ, ബട്ടർസ്കോച്ച് തുടങ്ങിയവയ്ക്കൊപ്പം മറ്റു ഫ്ലേവറുകളും മികച്ച നിലവാരത്തിൽ വിപണിയിലേക്കെത്തും. മേഖലാ യൂണിയനുകൾ മുൻകൈയെടുത്ത് വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള നടപടിയും ആരംഭിച്ചു. മിൽമ ഫെഡറേഷൻ MD ആസിഫ് K. യൂസഫ്, എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, മലബാർ മേഖലാ യൂണിയൻ MD KC ജെയിംസ്, CMPU MD വിൽസൺ J. പുറവക്കാട്ട് തുടങ്ങിയവരും സംസാരിച്ചു. ജിവി ന്യൂസ്, കൊച്ചി.